മക്കളെ, അപ്പൊ ഒരു നീണ്ട വെക്കേഷന് ശേഷം എന്റെ മക്കളെല്ലാവരും സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്നുള്ള കാര്യം വേഗം ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ പേപ്പേഴ്സ് ഒക്കെ എന്റെ കുട്ടികൾക്ക് കിട്ടി തുടങ്ങും. അപ്പൊ നല്ല മാർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇനി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ ഫൈനൽ എക്സാം ഉണ്ട് അല്ലേ? അപ്പൊ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം. കാരണം ഇനി നമ്മുടെ മുന്നിൽ ആകെ ഈ ഒരു ജനുവരി കൂടി നോക്കുകയാണെങ്കിൽ ആകെ 3 മാസം മാത്രമേ ഉള്ളൂ. അപ്പൊ മാർച്ച് പകുതി ആകുമ്പോഴത്തേക്കും എന്റെ കുട്ടികൾക്ക് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട്, അതാണ് നമ്മുടെ ഫൈനൽ എക്സാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണം എന്റെ മക്കൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് ഒരു സാമ്പിൾ ആയിട്ട് മാത്രം കാണാം. നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുള്ള എല്ലാ മക്കൾക്കും കൺഗ്രാറ്റ്സ്. ഇനി മാർക്ക് വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫൈനൽ എക്സാം നമ്മൾ എന്തായാലും ഉഷാറാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ടെൻഷനും വേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടി എന്റെ മക്കൾ എന്ത് ചെയ്യാം, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ വീഡിയോസ് ആയിക്കഴിഞ്ഞാലും ഷോർട്സ് ആയിക്കഴിഞ്ഞാലും എല്ലാം നിങ്ങൾക്ക് പഠന കാര്യത്തിൽ എല്ലാ ഹെൽപ്പും നമ്മുടെ ഈ ഒരു എക്സാമിനർ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ ക്ലാസ് ഒക്കെ കൃത്യസമയത്ത് തന്നെ എൻ്റെ കുട്ടികൾ എല്ലാവരും കാണാം. അപ്പൊ ക്ലാസ് കാണുക, അതിൻ്റെ കൂടെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്കറിയാം 4ാം ക്ലാസ്സിന് നിങ്ങൾക്ക് LSS എക്സാം ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇത്രയും ദിവസം വെക്കേഷൻ ഒക്കെ നമ്മൾ ഫുൾ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് പഠിക്കാനുള്ള സമയത്തിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൂടെ കളിക്കും ചെയ്യാം, അതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കും ചെയ്യാം. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഫൈനൽ എക്സാം നമ്മൾ എക്സാമിനറിനൊപ്പം അടിപൊളിയായിട്ട് പഠിക്കുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യം വേഗം തന്നെ കമന്റ് ചെയ്യാം.